നമസ്കാരം സുഹൃത്തുക്കളെ. സോ ഫൈനലി ഞാൻ L2 എമ്പുരാൻ പോയി കണ്ടിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. ഞാൻ PVRലാണ് പോയത്. PVR ഒരു ചെറ്റത്തരം ഉണ്ടോന്നറിയോ നിങ്ങൾക്ക്? അവർ ഒന്നാമത് കോപ്പറേറ്റ് ആണ് PVR, അതേപോലെ ഐനോക്സ് എല്ലാം കോപ്പറേറ്റ് ആണ്. അവർ ഓൾറെഡി എമൗണ്ട് ഒക്കെ വളരെ കൂടുതലാണ്. അതായത് ടിക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഹൈക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയാൻ വന്നത്, 3:10 തന്നെ എനിക്ക് ഷോ. ഇന്ന് അതായത് 28-ാം തീയതി 3:10 PM എനിക്ക് ഷോ. 3:10 കറക്റ്റ് ഞാനൊരു 3:13 ആയപ്പോൾ തിയേറ്ററിലെത്തി. സിനിമ തിയേറ്ററിൽ 3:13 ആയിട്ട് എത്തി. 3:25 ആയപ്പോഴാണ് സിനിമ തുടങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 15 മിനിറ്റിൽ അതിനേക്കാളും മേളിൽ പരസ്യം അത് ഇത് ചപ്പ് ചവറൊക്കെ കാണിച്ച് ഇങ്ങനെ സമയം കഴിഞ്ഞ് മനുഷ്യനെ ഇട്ട് ലാഗ് അടിപ്പിച്ചു സിനിമ തിയേറ്ററിൽ. ഇത് എപ്പോഴും ഉണ്ടാവണേയുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്ന സുഹൃത്തുക്കളെ, ഈ സിനിമ നിങ്ങൾ ആലോചിക്കണം. നമുക്ക് ആ സിനിമയിലേക്ക് വരാം. അപ്പോൾ L2 എമ്പുരാൻ, ഞാൻ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, അത് പറയണമല്ലോ. സോ ഗൈസ്, L2 എമ്പുരാൻ, അതിൽ തന്നെ എടുത്ത് പറയേണ്ട ആള് പൃഥ്വിരാജ് സുകുമാരൻ, പുള്ളിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് ടെക്നിക്കൽ ആൾക്കാരൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാവരെയും. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ആന്റണി പെരുമ്പാവൂർ, ലൈക്ക പ്രൊഡക്ഷൻസ്, പിന്നെ ഗോകുലം പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. ആശീർവാദ് സിനിമാസ്, അങ്ങനെ 3 ഇത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ റൈറ്റിംഗ് മുരളി ഗോപി, ഒന്നും പറയാനില്ല. പുള്ളി റൈറ്റിംഗ് മീൻസ് എങ്ങനെ പുള്ളിക്ക് ഇതേപോലെ കഥകൾ എഴുതാൻ പറ്റണമെന്നാണ്. അപ്പോൾ ഈ സിനിമ, ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് തന്നെ എന്താ പറയുന്ന ഒരു നോർത്തിൽ, അതായത് ഹിന്ദിയാണ് മൊത്തം കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഹിന്ദിയാണ്. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കലാപം കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സംഘപരിവാർ അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രശ്നങ്ങൾ നടക്കാൻ കാരണം തന്നെ ആ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു 20 minutes ആണ്. അതായത് ഗുജറാത്ത് കലാപമാണ് ആക്ച്വലി കാണിക്കുന്നത് ആ സിനിമയിൽ. അതിൽ തന്നെ പല ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ അതിൽ ആ ഒരു മെൻഷനിങ് ഉണ്ട് ഗുജറാത്തിലുള്ള ആ ഒരു സംഭവത്തിൻ്റെ. അപ്പം അങ്ങനെ മൊത്തം 20 മിനിറ്റോളം പടം ഹിന്ദിയിലാണ് പോകുന്നത്. അപ്പോൾ പടം ഇങ്ങനെ ഹിന്ദിയിൽ നമുക്ക് പക്ഷെ കണ്ടാൽ മനസ്സിലാവുകയെ, പടം കണ്ടാൽ നമുക്ക് എന്തായാലും മനസ്സിലാവൂടെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓഫ് കോഴ്സ് ഹിന്ദി എത്ര അറിയണമെന്നൊന്നും നിർബന്ധമില്ല, കണ്ടാൽ അറിയാൻ പറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ നമ്മുടെ മെയിൻ വില്ലൻ ഇൻട്രൊഡക്ഷൻ ആവണേണ്. അപ്പോൾ മെയിൻ വില്ലൻ ഓൾറെഡി അതിൽ ഇൻട്രൊഡക്ഷൻ ആവണേണ്. പിന്നെ സിനിമ ഇങ്ങനെ ഡെവലപ്പായി പോകുന്നു. അതായത് ഇൻട്രവൽ വരെ സിനിമ പോണേണ്. സിനിമ ഇൻട്രവൽ വരെ പോകുമ്പോൾ ഇതിലൊരു അടിപൊളി സീനുണ്ട്. ഈ 3 ഹെലികോപ്റ്ററൊക്കെ ആയിട്ട്, അതായത് വെടിവെച്ച് നിങ്ങൾ ട്രെയിലർ കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മറ്റേ ട്രക്കുകൾ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു മൊത്തം ബ്ലാസ്റ്റ് നടക്കുന്ന സംഭവമില്ല, അതാണ് ഒരു ഇൻട്രോ വരുന്നത് തന്നെ. അതായത് ലാലേട്ടൻ്റെ ഇൻട്രോ തന്നെ ആ സീനാണ്. ഒരു അടിപൊളി സീനായിരുന്നു അത് ഷൂട്ട് ചെയ്തേക്കണ, ഇൻട്രോ അതല്ല, ആ ഒരു ഷൂട്ട് ചെയ്തേക്കണ സിനാരിയൊക്കെ പൊളിയാണ്, ഒന്നും പറയില്ല. ഞാൻ ആലോചിക്കണ ഈ ബഡ്ജറ്റൊക്കെ എവിടെ കൊണ്ടുപോയി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഈമാതിരി 3 ഹെലികോപ്റ്റർ ഇട്ട് അങ്ങനെ ഫയർ ചെയ്യുന്നതാണ്. അത് മൊത്തം ട്രക്കും പിന്നെ വാഹനങ്ങളെല്ലാം പൊട്ടിത്തെറിപ്പിക്കുന്നതാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ അത്രയും ബഡ്ജറ്റാവും. അത് മാത്രമല്ല, പടം തുടങ്ങണ തന്നെ സെനഗൽ ആ സ്ഥലമൊക്കെ കാണിച്ചുകൊണ്ട് ഈ കലാപമൊക്കെ കാണിച്ച്, പിന്നെ ഗോവർദ്ധനിലൂടെ പടം ഡെവലപ്പായി. പിന്നെ ഈ സെനഗലിലാണ് കാണിക്കുന്നത് ഈ ഖുറേഷി എബ്രഹാം, അതായത് അബൂക്ക ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ഫുൾ സിനിമ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സിനിമ ഒരു ഗ്രാൻഡ് പടമാണ്. 180-200 സംതിങ് ക്രോസ് ഇതിന്റെ ബഡ്ജറ്റ് ആയിട്ടുണ്ട്. അത് മൊത്തം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം. അമ്മാതിരിയാണ് എടുത്തു വെച്ചേക്കണം. ഹോളിവുഡ് ലെവല് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോളിവുഡ് ലെവൽ എന്നല്ല, ഹോളിവുഡ് മീൻസ് നമ്മൾ ഈ ഹോളിവുഡ് ലെവൽ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുന്നത്, ഒരു ഇംഗ്ലീഷ് സിനിമയിൽ കാണിക്കുന്ന ഒരു ടോണാലിറ്റി അല്ലെങ്കിൽ ടോണ്, അതേപോലത്തെ അവിടുത്തെ സായിപ്പന്മാർ കാര്യങ്ങൾ, അതൊക്കെ ഈ സിനിമയിലുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷെ ഈ സിനിമ ഒരു ഇമ്പാക്റ്റ് ഇല്ല. അതായത് എന്താ പറയുന്നത്, ലാലേട്ടൻ എബ്രഹാം ഖുറേഷി ആയിട്ടുള്ള സീനൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും പൊന്നോ, പുള്ളിക്കാരൻ ഒരുമാതിരി നൈസ് ലുക്ക്. അതായത് എബ്രഹാം ഖുറേഷി മാസ്, BGM അതൊക്കെ സെറ്റ്, നല്ല ലുക്ക്. അതായത് അപ്പിയറൻസ് ഞാൻ പറയുന്നത്, ഓവർ കോട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടും 4-5 ബോഡി ഗാർഡ് തോക്കും പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു മോഡുലേഷൻ, സൗണ്ട് മോഡുലേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ, ഇതാണോ എബ്രഹാം ഖുറേഷി? മോശം, അങ്ങനെ പറയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. സീരിയസ്ലി ഇത് ആൾക്കാർ നിങ്ങൾ കണ്ടു തന്നെ പറഞ്ഞു തിയേറ്ററിൽ. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ലൂസിഫർ സിനിമ എൻഡ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ഫോൺ വിളിച്ചിട്ട് അബ്രഹാം ഖുറേഷി അങ്ങനത്തെ ആ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഒരു സൗണ്ട് മോഡുലേഷൻ ഉണ്ട്. ഇതിൽ വരുമ്പോൾ അതൊന്നുമില്ല. എന്താ പറയുന്നത്, മാസ് ഇതൊക്കെ ഇട്ടിട്ട് ഹായ് മനെ എന്താ മനെ അങ്ങനത്തെ ആ ഒരു പഞ്ചില്ല, ഒരു സ്വാഗില്ല സംസാരത്തിൽ. അതായത് ആ ഒരു ഡയലോഗുകളിലൊന്നും ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല. മാത്രമല്ല ഫേസിലാണെങ്കിൽ ആ ഒരു
എബ്രാം ഖുറൈഷി എന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും എനിക്ക് തോന്നിയില്ല. മെയിനായിട്ട് എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഈ സിനിമ മൊത്തം കണ്ടു കഴിയുമ്പോൾ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആൾക്കാർ പറയും നല്ലൊരു സിനിമയാണ്, പക്ഷെ ലൂസിഫറിന്റെ അത്രയും പോരാന്ന് പറയും. ഞാനടക്കം ആ ഒരു അഭിപ്രായക്കാരനാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ആ തിയേറ്ററിൽ വെച്ച് ഇങ്ങനെ ആലോചിക്കണായിരുന്നു. കാരണം ഈ സിനിമ വളരെ ഗ്രാൻഡ്യൂർ ആണ്, വളരെ ഗ്രാൻഡാണ് സിനിമ. ബഡ്ജറ്റൊക്കെ ലാവിഷായിട്ട് ചെലവാക്കിക്കണം, അതെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാം. നമ്മള് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ പറയുന്ന പോലെ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ 150 കോടിയും കാണാൻ പറ്റും. ഓഫ് കോഴ്സ് നമുക്ക് തോന്നും ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ബഡ്ജറ്റ്, കാരണം അത് സ്ക്രീനിൽ കാണാം, ഇതെല്ലാം സ്ക്രീനിൽ കാണാം. അത് തന്നെയാണ് പ്രശ്നം. കാരണം കുറേ ഷോട്ട്സ്, വൈഡ് ആംഗിൾ, ഡ്രോൺ ഷോട്ട്, അത് ഇത് മരുഭൂമിയിലുള്ള ഷോട്ട്, അത് ഇത് വെടിവെക്കണ ഷോട്ട്സ്, അത് പൊട്ടി ബ്ലാസ്റ്റ്, മാത്രമല്ല ഇതിന്റെ വില്ലൻ അബൂക്ക എന്ന് പറയുന്ന വില്ലനെ കാണിക്കുമ്പോൾ തന്നെ ഫ്രാൻസിൽ നിന്നൊക്കെ എഴുതി കാണിച്ചിട്ട് നേരെ ഡ്രോൺ ഷോട്ടാണ് പോകണം, മറ്റേ കപ്പലിൽ പുള്ളി ഇരുന്ന് ഇതാക്കുന്നത്. അതിലൊക്കെ ലാലേട്ടൻ്റെ ഡയലോഗൊക്കെ ഉണ്ട്, അത് ബോർ ഡയലോഗ്. ഇതിന്റെ ബുള്ളറ്റാണ് ഇതിൽ കാണിക്കുന്നത്, ഇതിന്റെ അവസാനത്തെ വാണിങ്ങാന്നൊക്കെ പറഞ്ഞു. മഹാബോറായിട്ട് തോന്നിയിട്ട്, മഹാബോറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഓവറോൾ ഞാൻ കംപ്ലീറ്റ് പറയണമെങ്കിൽ ഈ സിനിമയിൽ പെർഫോമൻസ് വൈസ് സുരാജ് വെഞ്ഞാറമൂട് നൈസ് പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്ക് കിട്ടിയ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കൊരു കോമഡി ഫീൽ ചെയ്യും. മാത്രമല്ല ഇതിൽ വരുന്ന എന്താ പറയുന്നത്, നമ്മുടെ ബൈജു ചേട്ടൻ, പുള്ളിയുടെ കൗണ്ടറൊക്കെ അത്യാവശ്യം നല്ല വർക്കായിട്ടുണ്ട്. അധികമൊന്നുമില്ല, പുള്ളിക്കൊക്കെ ചെറിയ ചെറിയ സ്പേസ് അല്ല, പക്ഷെ ഉള്ള ഇതിലൊക്കെ നൈസായിട്ട് ആൾ സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ എന്താ പറയുന്നത്, ഇതിലും മറ്റേ ഇതൊക്കെ ഉണ്ട്, അതായത് ലൂസിഫറിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇതിലുണ്ട്. ഇപ്പൊ ജതിൻ രാമദാസ് ആയിട്ട് നമ്മുടെ ടോവിനോ, പുള്ളി ഒരു ഗ്രേ ഷെയ്ഡാണ്, വില്ലൻ ഷെയ്ഡാണ്, പുള്ളി ക്യാരക്ടറാണ്. പുള്ളിയുടെ നൈസ് ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടുണ്ട് പുള്ളി. അതേപോലെ തന്നെ മഞ്ജു വാര്യറൊക്കെ ഒരുമാതിരി ഒരു വലിയ ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. മഞ്ജു വാര്യർ ശരിക്കും ലൂസിഫറിൽ ഇതിനേക്കാൾ ഒരു ചാർജ് ഉണ്ടായിരുന്നു, ഒരു വളരെ എന്താ പറയുന്ന ഒരു പവർഫുൾ ആയിട്ടാണ് അവർ സംസാരിച്ചത്, അവരൊരു ക്യാരക്ടർ. ഇതിൽ വന്നപ്പോൾ ഒരു മാതിരി നാണം കുണുങ്ങി, അയ്യൻ്റെ ഇതിലൊന്നും ഇല്ലാത്ത പോലെയൊക്കെ ആയിപ്പോയി. പിന്നെ ഈ സിനിമയിൽ ഞാൻ പറയല്ലോ, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു കോണായിട്ട്, അതായത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ഇതിലെ വില്ലന്മാരൊക്കെ വളരെ വീക്കാണ്. ഇപ്പോൾ ഇതിലെ ഫസ്റ്റ് വില്ലനായിട്ട് കാണിക്കുന്ന ബജ്രംഗി എന്ന് പറഞ്ഞ ആള്, പുള്ളി ഓക്കെയാണ്, നൈസ് വില്ലനാണ്. പക്ഷെ പുള്ളിനെ ഇങ്ങനെ വില്ലനെ തോൽപ്പിച്ച് അതിലെ വില്ലൻ എന്ന് പറഞ്ഞ ശത്രു എന്ന് പറഞ്ഞ പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് വേഴ്സസ് ഈ ബജ്രംഗി എന്ന് പറഞ്ഞ വില്ലനാണ് മെയിനായിട്ട് വരുന്നത്. ഒരു ഇമ്പാക്റ്റ് ഇല്ല, അതാണ്. മറ്റേ ലൂസിഫറിനെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണ്, ഒന്ന് ലാലേട്ടൻ്റെ സ്വാഗ്. ഈ സിനിമയിൽ ലാലേട്ടൻ്റെ സ്വാഗ് ഉണ്ട്, പക്ഷെ ലാലേട്ടൻ്റെ ആ സ്വാഗ് ആ ലുക്കിൽ മാത്രം ഒതുങ്ങിപ്പോയി. ഡയലോഗ്സ് ഒന്നും ഒരു രീതിക്ക് ആ സ്വാഗ് വന്നിട്ടില്ല. പിന്നെ ലൂസിഫറിലെ വില്ലൻ ബോബി, പുള്ളിക്കാരൻ ഒരു അടാറ് വില്ലനായിരുന്നു. അതായത് പുള്ളി ആ ഒരു എന്താ പറയുന്ന സാനിയ അയ്യപ്പൻ എന്ന ക്യാരക്ടർ, ജാൻവി എന്ന് പറഞ്ഞ ക്യാരക്ടറിനായിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ സെക്ഷൽ, അതായത് പുള്ളി ഒരു പെഡോഫൈൽ സംഭവമാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പിടിച്ചിട്ട് പൊട്ടിക്കണം ഈ വില്ലന്, അതായത് ബോബിനെ പിടിച്ച് പൊളിക്കണം എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും ഈ സിനിമയിൽ തോന്നത്തില്ല. മീൻസ് അത്രയും ഒരു ഇമ്പാക്ട്ഫുൾ ഉണ്ടാക്കാനുള്ള ഒരു വില്ലനൊന്നും ഈ സിനിമയിൽ ഇല്ല. 2 വില്ലന്മാരാണ് ഇതിലുള്ളത്. ഒന്ന് എന്താ പറയുന്ന അബൂക്ക എന്ന് പറഞ്ഞ വില്ലൻ, അത് പുള്ളി ഡെയിലി ഇത് അബ്രാം ഖുറൈഷി, പക്ഷെ അതൊരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു ഇത് തോന്നിയില്ല, അതേപോലെ ഒരു സുഖമില്ല. പിന്നെ ഉള്ള ഫസ്റ്റ് വില്ലൻ ഈ ബജ്രംഗി എന്ന് പറഞ്ഞ വില്ലൻ, പുള്ളിനായിട്ട് അവസാനം ഇതാക്കുന്ന തല്ലിക്കൊല്ലണം നേരിടുന്ന സംഭവം. അപ്പോൾ അങ്ങനെ. പക്ഷെ ഈ സിനിമ ഞാൻ പറഞ്ഞേ 10 times നമ്മൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എടുത്തേക്കുന്ന ഒരു 10 times ബഡ്ജറ്റിലായിരിക്കും ഈ സിനിമ എടുത്തേക്കുന്നത്. കാരണം അതിനനുസരിച്ച് സ്ക്രീനിൽ കാണാനുണ്ട്. 3 മണിക്കൂർ പടമാണ്, നിങ്ങളൊന്ന് ആലോചിക്കണം. 3 hours സിനിമയാണ്. ആ 3 മണിക്കൂർ എനിക്കൊന്ന് പോരാന്ന് തോന്നുന്നു. പിന്നെയും പടത്തിന് കാണിക്കാനുണ്ട്. ഇപ്പോൾ ഈ അവസാനമൊക്കെ പുതിയൊരു L3യുടെ റെഫറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മീൻസ് ഇന്ത്യ ആഫ്രിക്ക ആ ഒരു നെക്സസ് ആണ്. അതായത് ഇന്ത്യ, അതായത് അബ്രാം ഖുറൈഷി അബ്രാം, പിന്നെ അബൂക്ക എന്നൊക്കെ പറഞ്ഞ ഒരു ആഫ്രിക്കൻ നെക്സസ്, പിന്നെ ഇനി നെക്സ്റ്റ് ഒരു ചൈനീസ് അവരുടെ ഒരു നെക്സസ് വരുന്നത്, അതൊക്കെ വരുന്നത്, അതാണ് സംഭവം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ എന്താണ്, സിനിമ നോക്കുമ്പോൾ 3 മണിക്കൂർ പടം, ലാലേട്ടൻ്റെ പടം. ലാലേട്ടന് റോള് കുറവാണ്. ഇപ്പം ലൂസിഫറിലോ അങ്ങനെ തന്നെയായിരുന്നു, ചെറിയ റോൾസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഉണ്ടായിരുന്ന ചെറിയ റോൾസിൽ പോലും ഉണ്ടായിരുന്ന സ്വാഗ് ഈ പടത്തിലില്ല. എനിക്ക് മെയിനായിട്ട് അതാണ് തോന്നിയത്. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞൊരു വിഷ്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോളിവുഡ് സിനിമ, മലയാളത്തിലെ ഹോളിവുഡ് സിനിമ. പക്ഷെ കണ്ടന്റ് വൈസ് ഒരു മീൻസ് കണ്ടന്റ് അതിൻ്റെ എല്ലാം വൈസ് ഒരു ആവറേജ് മൂവി. ഇതാണ് എനിക്ക് ബേസിക്കലി തോന്നിയ ഒരു സിനിമയെ കുറിച്ച്. പിന്നെ ഓഫ് കോഴ്സ് ഈ സിനിമ വെർത്ത് വാച്ചിങ് ആണ്. 1 time നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം. കാരണം ഇപ്പം നിങ്ങൾ OTT ഇറങ്ങട്ടെ എന്നിട്ടൊക്കെ വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ കാണാമെന്ന് വെച്ചിരുന്നതിനാൽ
ശോകമായിരിക്കും. കാരണം OTT നമ്മളതൊന്നും ഫുള്ള് ഇരുന്ന് കാണത്തൊന്നുമില്ല, നമ്മൾ ഫോർവേഡ് അടിച്ച് പോകും. സോ ബെസ്റ്റ് ഞാൻ പറയുന്നൊരു നൈസ് തിയേറ്ററിൽ പോയി നന്നായിട്ട് കാണുക സിനിമ. നല്ലൊരു എന്താ പറയുക വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് സിനിമ. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ്, പുള്ളിയുടെ ഒരു ഗ്രാൻഡ് തിരിച്ചുവരവാവട്ടെ. സോ അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനായിട്ട്. താങ്ക് യു ഗൈസ്.